മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുക്കി വിട്ടതോടെ ഇടുക്കി കറുപ്പുപാലം ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. ആളുകളുടെ മാറി താമസിക്കണമെന്ന നിർദ്ദേശം എല്ലാ സ്പിൽവേ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. രാഹുൽ വിജയൻ കറുപ്പുപാലത്ത് നിന്ന് തത്സമയം ചേരുന്നു. രാഹുൽ, യഥാർത്ഥത്തിൽ ഈ പെരിയാറിൻ്റെ കരകളിൽ മാത്രമല്ല ഇന്ന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപകടകരമായ നിലയിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടോ? SKN ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കി വിടുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ വെള്ളം കയറുന്ന വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ആറ്റോരം ഭാഗമാണ്, കറുപ്പുപാലം ആറ്റോരം ഭാഗമാണ്. നമ്മൾ ഈ നിൽക്കുന്ന പോലെ തന്നെ ഇതിന്റെ സിറ്റ് ഔട്ടൊക്കെ വെള്ളം കയറി നിറഞ്ഞിരിക്കുകയാണ്. വീടിന്റെ മുറിക്കകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറി ലൈവ് ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. റേഞ്ച് കുറവുള്ള ഏരിയ ആയതുകൊണ്ടാണ് അകത്തേക്ക് കയറി കാണിക്കാത്തത്. അകത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാവരും ഇത് ചേട്ടൻ ഒന്ന് വരുമോ? ഈ ആളുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉയർത്തി റോഡിന് മുകളിലേക്ക്, അതായത് ഒരു മൺതിട്ടയ്ക്ക് താഴെ ഇരിക്കുന്നു, ആ മുകളിലേക്ക് ആ സാധനങ്ങളൊക്കെ വീട്ടുപകരണങ്ങളൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ ഈ നിരയിലുള്ള ഏകദേശം 12 വീടുകളാണ് ഈ വെള്ളം കയറുമ്പോൾ പ്രതിസന്ധിയായി മാറുന്ന ആ കുടുംബങ്ങൾ. അതുപോലെ ഇതിപ്പോൾ നിലവിൽ 7 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരോടൊക്കെ മാറി താമസിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരിപ്പം നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റി മുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തുടങ്ങിയതാണ്. രാവിലെ വന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വന്ന സമയത്ത് സാധനങ്ങളൊക്കെ എടുത്ത് മേളിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലെ ചേട്ടൻ ഇതിങ്ങനെ ഈ കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട്. അതെല്ലാം സുരക്ഷിതമാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെയുള്ള ജോലികളിലൊക്കെയാണ് ഈ ചേട്ടന്മാരൊക്കെ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ആറ്റോരം ഭാഗത്തെ ആളുകളുടെയൊക്കെ അവസ്ഥ. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഇവരെ മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ വീടൊക്കെ ഇച്ചിരി ഉയരത്തിൽ പണിയുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാവുകയുള്ളൂ. അത് എത്രയും വേഗം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ വർഷകാലത്തും തുലാവർഷത്തിലും ഒക്കെ ഈ വെള്ളം തുറന്നു വിടുന്ന സമയത്ത്, മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് ഇങ്ങനെ മാറുക, സാധനങ്ങൾ പെറുക്കി കെട്ടി മുകളിലേക്ക് മാറ്റി വെക്കുക, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ വെള്ളം കയറി ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അതിൽ ഏറ്റവും പ്രയാസകരമായത്. കാരണം പലതരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞുകൂടാറുണ്ട്. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വന്നടിഞ്ഞ് വീടിനകത്ത് കയറും. അതെല്ലാം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അധികൃതരൊക്കെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ വന്ന് കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇവിടുന്ന് മാറാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ സുരക്ഷിതമായ സ്ഥലത്തേക്കൊക്കെ മാറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട്ടിലെ ചേച്ചി ഒറ്റയ്ക്കാണ്, ആ ചേച്ചി മാത്രമാണുള്ളത്. ആ വീടുകളിലൊക്കെ ഇപ്പം വെള്ളം കയറും. അതിൻ്റെ തറ ലെവലിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. അകത്തേക്ക് ഉടൻ തന്നെ വെള്ളം കയറും. അവർക്കൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളാണ്. അവരോടൊക്കെ മാറാനും പറഞ്ഞിട്ടുണ്ട്. SKN വിജയനാണ് കറുപ്പുപാലത്ത് നിന്ന് ചേർന്ന് ഈ മുല്ലപ്പെരിയാറിലെ എല്ലാ സ്പിൽവേ ഷട്ടറുകളും ഉയർത്തിയതോടെ വെള്ളം താഴേക്ക് ശക്തിയായി ഒഴുകി തുടങ്ങി. ഏറ്റവും അടുത്തുള്ള കറുപ്പുപാലത്ത് ജലത്തിൻ്റെ ഇത് ഉയർന്നതോടെ അവിടുത്തെ വീടുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പെരിയാറിലേക്ക് ഇത് എത്തി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. പെരിയാറിലും ഈ വെള്ളം എത്തി തുടങ്ങിയാൽ അവിടെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പെരിയാറിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾ കുറച്ച് ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും ഇന്ന് മഴ കൂടി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം, പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നാണ് പറയുന്നത്. ഏത് സാഹചര്യത്തെ നേരിടാനും പൂർണ്ണ സജ്ജമാണ്. ഡാമുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിക്കുന്നു. മഴ സാഹചര്യം സർക്കാർ വിലയിരുത്തി വരികയാണ്. അലർട്ട് അനുസരിച്ച് നടപടികൾ അതാത് ജില്ലാ കളക്ടർ സ്വീകരിക്കുമെന്നാണ് മന്ത്രി രാജൻ അല്പം മുമ്പ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.